നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീം വ്യത്യസ്തനായ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കാട്ടാക്കട കഴിഞ്ഞ് നമ്മുടെ കള്ളിക്കാട് കഴിഞ്ഞ് നമ്മുടെ വെള്ളടയ്ക്ക് പോകുന്ന വഴിയിൽ പുനയ്ക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ പുറകിലൊരു നായി കുരയ്ക്കുന്ന കണ്ടിട്ട് അവർ നോക്കിയപ്പോൾ എന്തോ ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞു വന്ന് വീടിൻ്റെ പുറകിലൊരു ഉപയോഗശൂന്യമായ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലോട്ടോ എവിടെ കയറുന്നു. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? അനീഷ്. എന്ത് ചെയ്യുന്നു അനീഷ്? ഇതിപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? പുറകിൽ പോവാം, നമുക്ക് കൊണ്ട്. പോയിട്ടില്ല, അവിടെ ആളുണ്ടല്ലോ അല്ലേ? ഇതിനകത്ത് എന്താ ഉള്ളത്? ആ കുഞ്ഞ് കെപ്പിയല്ലോ അല്ലേ? ഓഹോ, ഇതെല്ലാം വേക്കൻ്റ് ആണോ? ഇതൊക്കെ വേക്കൻ്റ്? വലിയ പറമ്പ്, ചെറിയ പ്ലോട്ടുകളോ? ഓഹോ, ഇതുണ്ടോ? ആ, അങ്ങനെയൊക്കെ ഉള്ളു അല്ലേ? ഇതുണ്ടോ? ഇതെല്ലാം നിങ്ങളാണല്ലോ? നിങ്ങളതാണോ? മേളുവശത്തുള്ള അടുക്കല്ലേ? പക്ഷേ ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ട്. അത് നോക്കി ഉണ്ടല്ലോ, ഭയങ്കര ഹോളാട്ടോ. ആ, ഇതാരാ ഇത്? എന്താ പേര്? ആശ്വിൻ. എത്രല്ല പഠിക്കുന്ന മോന്? 4. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞു? ഓ, ഇതിൻ്റെ അടിയിലോ? ഓഹോ, ഇത് പോയിട്ടില്ല. ആ സമയം തൊട്ട് നിങ്ങളിവിടെ ഉണ്ടോ? നായ്ക്കൂട്ടനവിടെ? ഇവിടെ ഉണ്ടോ ആള്? ഓ, എന്താ അവൻ്റെ പേര്? ടെല്ല. വെറൈറ്റി പേരാണല്ലോ. ഹായ് ടെല്ല. ഹലോ ടെല്ല, സുഖമാണോ? ഷേക്കൻ്റെ വരുമോ? ടെല്ല ഇങ്ങ് വന്നേ. ആ, ആടോ, ഇവിടെ ആടായിട്ട് എൻ്റെ ഒരാണ്. ടെല്ല സുഖം തന്നെ. ടാറ്റ. മക്കൾ കിടന്നു. ഓ, ടെല്ല കിടന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ടെല്ല മോള് കണ്ട് കുറച്ചിട്ടാണ് നോക്കി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു അതിഥി വന്ന് കയറുന്നത് എന്താണെന്ന് അവർ കണ്ടില്ല. ഒരാൾ വന്ന് കയറി. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്കുള്ള വീടാണ്. നമ്മളുണ്ടല്ലോ, കുഞ്ഞുവാവ, കൊച്ചു കുഞ്ഞുവാവ അവിടെയുണ്ട്. വേറൊരു കുഞ്ഞുവാവ സംസാരം അവിടെ. ഹലോ, ഇനി വണ്ടി ഉണ്ടെന്ന് നോക്കട്ടെ. JCB മണ്ണടിക്കാൻ പറ്റുമോ? JCB കൊണ്ട് അകത്തോട്ട് കയറി കൊച്ചുമ്പോൾ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ അടിയിൽ ഇവിടെ കണ്ടുവെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ മീൻ ഫ്രൈ തിന്നാൻ വന്ന അതിഥി ആരാണെന്ന് നമ്മൾ നോക്കുകയാണ്. നമ്മുടെ ടെല്ല, വെറൈറ്റി പേരാണ് ടെല്ല. അപ്പോൾ അതൊക്കെ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ ഗ്രാമങ്ങളിൽ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ കാലം ഓർക്കുന്നത്. ഇതൊരു സൂപ്പർ സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇവിടെ നിന്നൊരു 6-7 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാടായി. പനച്ചമൂട് നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണമൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ ചിക്കനൊക്കെ എടുക്കാൻ വന്ന സ്ഥലം എൻ്റെ തൊട്ടടുത്താണ്. ഈ വഴിയാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്, പനച്ചമൂട് എന്നുള്ള സ്ഥലം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സൗദിയിലൊക്കെ ആയിരുന്നു. അവിടുത്തെ ജോലി കഴിഞ്ഞ് ഇപ്പോൾ പാമ്പിനെ വളർത്താൻ വീട്ടിൽ. പാമ്പിനെ വളർത്താനാണ് പുള്ളിയൊരു ജോലി കേട്ടോ. അവിടുത്തെ സൗദിയിൽ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ച് കളിച്ചാൽ നമ്മളെ ഈ പ്രോഗ്രാം നമ്മുടെ പാമ്പുകളൊക്കെ ഇതിലൊക്കെ പേടി മാറ്റുന്നത്. പക്ഷേ പല ആൾക്കാരും എന്നെ ഇപ്പം ഭീകര ജീവിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ രീതി ചിരിച്ച് കളിച്ച്. ആരാ കുഞ്ഞുവാവാ? ആരാ അതവിടെ ബളഹം വയ്ക്കണേ? ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. പോയിട്ടില്ലല്ലോ അല്ലേ? ആ സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലോ. കാരണം നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തിന് നമുക്ക് ഒരുപാട് അതിൽ ചേരയും ചുരുട്ടിയും കാട്ടുപാമ്പും മൂർഖനും അണലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൈഡ് ഞാൻ വന്നപ്പോൾ ശാലം തുറന്നിരിക്കുന്നത് ഇതിനകത്ത്. പക്ഷേ അതിനകത്താണെങ്കിൽ ഇനി പഴയ ഫ്രിഡ്ജാണ്ട് ഇതിനകത്ത് എലിയുടെ തുളവെള്ളം ഉണ്ടെങ്കിൽ എലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് അടിപൊളി. നമുക്കിവിടെ കാണാം ഈ സൈഡിൽ ഇദ്ദേഹം പറഞ്ഞ കണക്ക് പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചല്ല ഈ നെയ്യാർ ഡാമിൻ്റെ അടുത്തൊക്കെ അല്ലേ വല്ല രാജവെമ്പാല ആയിരിക്കും എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ കളർ. പക്ഷേ രാജവെമ്പാല എന്നല്ല, മൂർഖൻ.
അല്ല, അണലി അണലിയും അല്ല. അതാ നോക്കൂ, നമ്മളെ പ്രേക്ഷകർ മറക്കാൻ സാധനം നമ്മൾ തെമ്മലൊക്കെ എടുത്തൊരു വലയിൽ കുരുങ്ങി കിടന്നാൽ അതിൽ നമ്മളിത് പിന്നെ കടിക്കുന്നൊരു വീഡിയോ ആണ്. നല്ലതായിട്ട് കടിച്ച് ബ്ലഡൊക്കെ വരുന്ന ഇതായിരിക്കുന്നു. പെരുമ്പാമ്പ്, വലുതല്ല, ചെറുത്. പുള്ളി ഇതാണ്ട അതിനകത്ത് കാണാം നമുക്ക്. ഇതാണ്ട ഇതായിരിക്കും കണ്ട. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ വലിയ എലിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് തന്നെ സുഖമായിട്ടത് ഇരുന്നേനെ. നല്ല സേഫായിട്ടിരിക്കും, നല്ല അടിപൊളി. ഒരു കുഞ്ഞു പെരുമ്പാമ്പ്. നമുക്കിവിടെ കാണുന്നാണ്ടേ ആ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനകത്തായോണ്ട് പക്ഷേ ഇവിടെ ആയതുകൊണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിലും ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ഇതിനകത്ത് ഇത്രയും നമ്മൾ ഇരിക്കുന്ന പെരുമ്പാമ്പിനേക്കാളും വലിയ സൈസ് ഇതിനകത്ത് ഇറങ്ങി നമുക്ക് കിട്ടത്തില്ല. ഇത് പുള്ളിക്കാരെല്ലാം നന്നായിട്ട് അടച്ച്, ഇങ്ങനെ അടച്ചിട്ട് കാര്യമില്ല. മണ്ണ് വെള്ളം കുഴിച്ച് നന്നായിട്ട് അടയ്ക്കണം. തൽക്കാലത്തേക്ക് അത് മതി കേട്ടോ. ഇതാണ് നന്നായിട്ട് അടച്ച് വയ്ക്കണം. നന്നായില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ സാധനങ്ങൾ വന്നിരിക്കും. ഇതുപോലെയല്ല മറ്റുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഈ പെരുമ്പാമ്പൊക്കെ നമ്മൾ പേടിക്കണ്ട, കാട്ടുപാമ്പ് പേടിക്കണ്ട, ചേര പേടിക്കണ്ട, ചുരുട്ട പേടിക്കണ്ട. പക്ഷേ മൂർഖനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് ഒറ്റം വരെ പോകാൻ പറ്റും. ഇതിന് മുന്നേ പെരുമ്പാമ്പ് എത്തിയാൽ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഈ ലൊക്കേഷൻ നമ്മൾ ഈ അടുത്തെങ്ങാൻ ഉണ്ടല്ലേ? പെരുമ്പാമ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ പന്നി കുഞ്ഞുങ്ങളെ അടിച്ചോളൂ. രാമ്പഴി എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? രാത്രിയുള്ള. പക്ഷേ ഇത് ചെറുത്. ഇത് എനിക്ക് തോന്നുന്നു 1 വയസ്സിന് താഴെ മാത്രം. പക്ഷേ ഒരു കുഴപ്പമുള്ളത് പെരുമ്പാമ്പ് നന്നായിട്ട് കടിക്കും. അറിയാം, നമുക്കറിയാം, നന്നായിട്ട് കടിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പല്ലിൻ്റെ എണ്ണം കൂടിയ അതിഥി പെരുമ്പാമ്പാണ്. അത് കഴിഞ്ഞാൽ ചേരയ്ക്ക് ശേഷം 100ഓളം പല്ലുണ്ട്. പെരുമ്പാമ്പിന് 2 വരികളായിട്ട് ശേഷം 300-ന് പല്ല്, അതായത് 100 കണക്കിന് പല്ലുള്ളൊരു പാമ്പാണ് പെരുമ്പാമ്പ്. അപ്പോൾ ഇത് കുഞ്ഞാണ്, ഇത് അത്ര വലിയ കടിഞ്ഞ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊന്ന് മറച്ച് വയ്ക്കുകയാണ്. നമ്മുടെ വേണ്ട, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞതായിരിക്കുന്നു. സുഖം. ചക്കടേ എണീറ്റ് വാ, ഉറങ്ങണ. ബാടി ആ അടിപൊളി. അടിപൊളി. തല നോക്കിയുള്ളൂ. നമ്മൾ സാധാരണ നമുക്ക് ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ഒരുപാട് കോളുകളുണ്ടായിരുന്നു. ആ കോളിൽ അണലിയും പെരുമ്പാമ്പിനെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് പെട്ടെന്ന് ഒരുപാട് ചോദിച്ചു. ഈ തലയുടെ സൈഡിൽ ഇങ്ങനത്തെ ആ ഒരു റോസ് എന്നാണ് പറയുന്നില്ല, റോസും ചുവപ്പുമായിട്ട് കളർന്നൊരു കളർ ഉണ്ടാവുന്നുണ്ടോ? അതുപോലെ നല്ല ഷൈ ആയിട്ടുള്ള സ്കിൻ കണ്ടോ, നല്ല ഷൈ, നല്ല എന്താ പറയുക, മിനുസമുള്ള തൊലിയുള്ളത് പെരുമ്പാമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ മറ്റ് അതികൾക്കൊക്കെ, അതായത് അണലിക്കുന്നത് നല്ല റഫാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്നു, നാവ് വേണ്ട, നല്ല മറ്റ് പാമ്പുകളെ പോലെയല്ല. ഇപ്പം രാജവമ്പലമൊക്കെ ആണെങ്കിൽ മൂർഖനാണെങ്കിൽ കറുത്ത നാവായിരിക്കും. പക്ഷേ ഇതിനകത്ത് കണ്ണിൻ്റെ തലയുടെ സൈഡിലുള്ള ആ റോസ് കളറിലുള്ള നാവാണ് കേട്ടോ. ഏകദേശം 1 മീറ്ററോളം നീളം വരും. അല്ല, വീണ്ടും പേടിച്ചകത്തോട്ട് പോകുന്നു. ഇവർക്ക് എപ്പോഴും ഈ എന്താ പറയുക, വെള്ളമുള്ള സ്ഥലങ്ങളിൽ, വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലേ ഇവർ കാണുള്ളൂ. പിടിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രത്യേകിച്ച് പെട്ടെന്ന് മോശം പാസ്. മറ്റു പാമ്പുകൾ ചേരയെ പോലെ, ചേരയും പെട്ടെന്ന് പിടിച്ചാലുള്ള മോശം പാസ്. അതുകൊണ്ട് ഇവരും പെരുമ്പാമ്പും പിടിച്ചോടനെ എൻ്റെ മോശം പാസ് ചെയ്യും. ഇനിയുള്ളത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മൂർഖൻ പാമ്പ് ഇത് മുട്ടയിട്ട് വിരിയാൻ തുടങ്ങുകയാണ്. പെരുമ്പാമ്പ് അതികളുടെ സീസൺ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ് ഇപ്പോഴത്തെ തുടങ്ങാൻ പോകുന്നു. പക്ഷേ കടിച്ചറിയില്ല. കടിച്ച പെരുമ്പാമ്പിൻ്റെ കടിയിൽ നമുക്ക് മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ട്, അതായത് പെരുമ്പാമ്പ് കടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനകത്ത് ഇതിൻ്റെ പല്ല് പൊടിഞ്ഞിരുന്നിട്ട് നമ്മൾ അറിയത്തില്ല. നമ്മൾ എത്രയൊക്കെ കഴിയാനും വൃത്തിയാക്കിയാലും വൈദ്യന്മാർ നമ്മളെ പാമ്പ് കടിയിട്ട് ചെല്ലുമ്പോൾ മുച്ചാത്തി കൊണ്ട് മുറിവ് ഇങ്ങനെ ചുരണ്ടി കളയുന്നത് ഈ പല്ലെടുക്കാനാണ്. അതിപ്പോൾ ചേര കടിച്ചാലും അങ്ങനെ ചുരണ്ടി കളയാറുണ്ട്. പിന്നെ അതുപോലെ എന്ത് പാമ്പ് കടിച്ചാൽ, മൂർഖനും മറ്റു വെനമുള്ള പാമ്പ് കടിച്ചാൽ ബാക്കിയുള്ള പാമ്പ് കടിക്കുമ്പോൾ ഇങ്ങനെ ചുരണ്ടി എടുക്കും. ഇങ്ങനെ ചീണ്ടി ആ മുറിവ് വലുതാക്കി ചുരണ്ടി. അതെന്തുകൊണ്ടാണെന്നറിയാം, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ ചേരയും ചേരയുടെയും കാട്ടുപാമ്പിൻ്റെയൊക്കെ കടി കിട്ടുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞിട്ട് അത് മെഡിസിൻ എടുത്തുകൊണ്ട് കൊറോണ നിർബന്ധം. ഇതിനകത്ത് പല്ലിൻ്റെ പൊടി ഇരുന്നാൽ
കഴിഞ്ഞാൽ ക്രമേണ, അതായത് കഴിഞ്ഞ 2015 നടന്ന സംഭവം, 2015 റിപ്പോർട്ട് വരുന്നത് കോട്ടയം ജില്ല പാമ്പാടിക്കടുത്ത് 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു ചേട്ടൻ കരോളിന് പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പാമ്പ് അടുത്ത വീട്ടിൽ കയറിയിട്ട് അതുകൊണ്ട് അവർ വിളിച്ചപ്പോൾ ഇദ്ദേഹം കയറി പിടിച്ചു. ഇദ്ദേഹത്തിന് ഇവിടെ ഈ ഭാഗത്ത് കടി കെട്ടിയിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞ് TT ഒക്കെ എടുത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ചൊറിഞ്ഞ് പൊട്ടി ഒരു വട്ട ചൊറിയല്ലോ. അപ്പോൾ അദ്ദേഹം കോട്ടയത്ത് ഏതോ സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ നിന്ന് നേരെ റെഫർ ചെയ്ത് ട്രിവാൻഡ്രം RCCയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവിടുത്തെ ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവിടെ ചെന്ന് ആ സാധനം എടുത്ത് മാറ്റി നോക്കിയപ്പോൾ അത് സ്കിൻ ക്യാൻസറായി മാറി. ആ ക്യാൻസറിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ആ 9 വർഷങ്ങൾക്ക് മുന്നേ കടിച്ച പെരുമ്പാമ്പിൻ്റെ പല്ല് ഇതിനകത്തിരുന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായതായിരുന്നു. അപ്പോൾ അത് വേറെ അപകടം ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഒരു 6 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് അത് നേരെയായിപ്പോയി. അപ്പോൾ ഇതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണും. നമ്മൾ ചിലപ്പോൾ പറയുന്ന ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് പെരുമ്പാമ്പല്ലേ, ചിലപ്പോൾ നിസ്സാരമായിട്ട് കാണാം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അപ്പോൾ എന്ത് കടിച്ചാലും നമ്മൾ ഒരു ഒരു TT എടുക്കുന്നതുകൊണ്ടോ നമുക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഒരു കുഞ്ഞു പാമ്പ് അല്ലേ, ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട്. പക്ഷേ കടിയിൽ നല്ലതാണ്. പക്ഷേ സ്പീഡ് നോക്കിക്കോളൂ, നല്ല സ്പീഡാണ്. നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയുക ഒരു വാർത്ത ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ ചോദിച്ചു. പുള്ളിക്കാരൻ എന്താണെന്ന് ചോദിച്ചാൽ പെരുമ്പാമ്പ് കടിക്കില്ല എന്താ ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 2 കളറിൽ പെരുമ്പാമ്പിനെ കാണും. നമ്മൾ പെരുമ്പാമ്പ് പൈത്തൻ തന്നെയാണ്. പക്ഷേ നമ്മൾ കറുപ്പ് കളർ കൊണ്ട് ബ്രോക്ക് പൈത്തൻ എന്നും ഇങ്ങനെയൊക്കെ നമ്മൾ 2-3 പേരിൽ. പക്ഷേ പെരുമ്പാമ്പ് തന്നെയാണ്. നമ്മൾ പല പേരിൽ ഓരോ പാമ്പിൽ ഇപ്പോൾ കോബ്ര നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ടൈപ്പ് കോബ്രയുള്ളൂ. പക്ഷേ ഇന്ത്യക്കകത്ത് 2-3-4 ടൈപ്പ് കോബ്രയുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും വെനം ഒന്നാണ്, സ്പീഷീസ് ഒന്നാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ പേര് മാറ്റി പറയുന്നു. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉള്ളത് എല്ലാം അതിൽ വരുന്ന കളർ വ്യത്യാസങ്ങൾ, ഇതിൽ മോണോകോൾഡ് അങ്ങനെയൊക്കെയുള്ള ഡിസൈൻ വ്യത്യാസം വരും മാത്രം അത് പറയുന്നുണ്ട. ഇത് പെരുമ്പാമ്പ്. എല്ലാ പാമ്പുകളും കടിക്കാത്ത ഒരു പാമ്പുമില്ല, എല്ലാം കടിക്കും. പക്ഷേ ഇതൊക്കെ കടിച്ച ചെറിയ പല്ലുകളായതുകൊണ്ട് നമുക്ക് വലിയ മുറിവുകളുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ വലിയ പെരുമ്പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മുറിവുണ്ടാവും. സൈസ് വയ്ക്കുന്നതിന് പല്ലിൻ്റെ സൈസ് കൂടും, ഉറപ്പും കൂടും. അപ്പോൾ കടി കിട്ടുമ്പോൾ കടിച്ച നല്ല മുറിവുണ്ടാവും. പക്ഷേ ഇതൊന്നും കടിക്കുമ്പോൾ ചെറിയ മുറിവുണ്ടാവും. എന്നാലും ഇത് പെരുമ്പാമ്പാണ്. ഇതിപ്പോൾ കടിച്ചു. ഇപ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഇതറിയില്ല, ഇത് കടിച്ചു പെട്ടെന്ന് വിചാരിക്കും അണലിയെന്ന് വിചാരിക്കും. പെട്ടെന്നാണ് സൈസും ചെറുതാണ്. ഇതിപ്പോൾ 1 മീറ്റർ കൂടുതലേ വരുള്ളൂ. അപ്പോൾ സൈസും ചെറുത് പെട്ടെന്ന് പേടിച്ച് പാനിക്കായി പോകും. പെട്ടെന്ന് ഏതെങ്കിലും അടുത്തുള്ള വൈദ്യൻ്റെ എടുത്തുകൊണ്ടുമ്പോൾ ഇത് അണലിയായിരിക്കും. ഉടനെ അവരും കൂടെ ഒന്ന് പേടിപ്പിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മളൊന്ന് ടയേർഡാവും, അല്ലെങ്കിൽ നമുക്ക് BP കൂടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ നമ്മൾ ഉടനെ പെട്ടെന്ന് തളരും, നമുക്ക് BP കൂടാം, അറ്റാക്ക് വരാം, പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ പെരുമ്പാമ്പ് ഇവിടെ ധാരാളമുള്ള സ്ഥലമാണ്. പെരുമ്പാമ്പ് വരെ വെനമസ് അല്ല, നോൺ വെനമസ് അല്ല. ഇത് പെരുമ്പാമ്പിനെയും അണലിയെയും തമ്മിൽ തിരിച്ചറിയാൻ ഒറ്റ മാർഗ്ഗമാണ്. ഇത്രയും സൈസ് എന്താണ്ട് നല്ല തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഷൈ ആയിട്ടുള്ള സ്കിന്ന്. അതിലുപരി അണലിക്കെന്ന് പറഞ്ഞാൽ റഫായിട്ടുള്ള സ്കിന്നാണ്. പക്ഷേ അത് അറിയില്ല, നമുക്ക് കടിക്കുന്നതിന് പെട്ടെന്ന് വായിത്താൻ അറിയില്ല. കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ അണലി എടുക്കുന്നതിന് എൻ്റെ കൈയുടെ ഇങ്ങ് വന്നിട്ട് പോയി, ആ ഒരു സാധനം എടുത്ത് മാറ്റുന്നുണ്ട്, എൻ്റെ കടി ഇങ്ങനെ വന്ന് തിരിച്ചു പോയി. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാനുള്ള, എല്ലാവരും ചോദിക്കുന്നത് കടി കിട്ടി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മളൊരു അണലിയുടെ ഒരു കടി കാണിക്കാൻ വേണ്ടി എൻ്റെ ഷൂവിലേക്ക് അണലിയെ കൊണ്ട് കടിപ്പിക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പലരും എൻ്റെ കാലി വന്ന് നോക്കും, എങ്ങനെയുണ്ട് കടി കിട്ടിയില്ല. അത് കടിയല്ല, അത് ഷൂവിലാണ് കടിച്ചത്, കാലുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പോൾ കടി കിട്ടുന്നത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കടി കിട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടല്ല. ഞാൻ ഫുൾ ടൈം പഴയതുപോലെ തന്നെ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. തട്ടുകട ഒരിക്കലും ഒരു സൈഡ് മാത്രമാണ്. പാമ്പ് അതിഥി കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തും ഉള്ളൂ. തട്ടുകടയ്ക്ക് വരാൻ ആൾക്കാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ നിൽക്കേണ്ടല്ലോ. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് വെച്ചാൽ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ എനിക്ക് കടയിൽ കാണാൻ ഞങ്ങൾക്ക് അറിയാം, ഇപ്പോൾ പാമ്പ് പിടിക്കാനൊന്നും പോകുന്നില്ല, ഒരിക്കലുമല്ല. ഈ ഫീൽഡിൽ തന്നെ എൻ്റെ അവസാനം വരെ ഈ ഫീൽഡിൽ തന്നെയാണ്, ഒരു ഇതും വേണ്ട.
പിന്നെ ഒരു സങ്കടകരമായ കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത്, ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇടുക്കി ജില്ലയിൽ PTR കുമളിക്ക് അടുത്ത് ഒരു വനം വകുപ്പിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ആൾക്കാർ പങ്കെടുത്ത് സർക്കാർ സംവിധാനത്തിലുള്ള ക്ലാസ്സാണ് നടന്നത്. കാസർഗോഡുള്ള ഒരു ചെറുപ്പക്കാരനും തൃശ്ശൂരിലുള്ള ചെറുപ്പക്കാരനും വനം വകുപ്പിൻ്റെ നോഡൽ ഓഫീസർ എന്നറിയപ്പെടുന്ന സർക്കാരിൻ്റെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാൾ കൂടി ചേർന്നിട്ട് ആ ട്രെയിനിങ് പരിപാടിയിൽ നടന്നൊരു ചർച്ചയെന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ വരെ നമ്മൾ മിണ്ടാതിരിക്കുക, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വാവാ സുരേഷിനെയും മാർട്ടിൻ്റെയും പേരിൽ കേസെടുത്ത് മുന്നിലേക്ക് പോകണം, അവരെ ഒതുക്കണം എന്നുള്ള രീതിയിലൊരു ചർച്ചയാണ് അവിടെ നടന്നത്. സങ്കടകരമാണിത്. കാരണം നമുക്ക് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ പ്രതികരിക്കാനുണ്ട്, സമരത്തിന് വേണമെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കുന്നതിന് പരിധിയുണ്ട്, ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. സർക്കാർ ഈ അധികാരികൾ ഇനി വരുന്ന അധികാരികളെങ്കിലും ഇത് ഓർക്കണം. ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ വാവാ സുരേഷ് എന്നുള്ള വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന 1-2 പേര് ഇതിൽ നിന്ന് പങ്കെടുക്കുന്നത്. ഇതൊക്കെ വനം വകുപ്പിൻ്റെ വരുന്ന നല്ലൊരു മന്ത്രി ഉണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങളാരും ദ്രോഹിക്കുന്ന ടീമല്ല. ഞങ്ങളുടെ ജീവിതം തന്നെ വന്യജീവികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചാണ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നത് സങ്കടകരമാണ്. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് നമ്മുടെ അധികാരികളൊന്നും അറിയണം. നമ്മളാരും എന്താ പറയുക, പാമ്പിനെ പിടിച്ച് കൈവശം വെച്ചതിലോ പാമ്പിനെ പിടിച്ച് വിറ്റതിലോ വനം വകുപ്പിൻ്റെ പൈസ തട്ടിച്ച കേസിലെ പ്രതിയൊന്നുമല്ല. അങ്ങനെയുള്ളവർ പോലും കേരളത്തിൽ പാമ്പിനെ പിടിക്കണമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടാവുന്നില്ല. നമ്മളൊരിക്കലും ഈ വനം വകുപ്പിൻ്റെ അധികാരികളിൽ ചില ആൾക്കാർ ഞങ്ങളെ പ്രോഗ്രാമിനെതിരെ ഞങ്ങൾക്കെതിരെ പറയുന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ പ്രതിയില്ല. ഞങ്ങൾ ഒരിക്കലും എൻ്റെ 2006 മുതൽ വനം വകുപ്പ് പോയിട്ടുള്ള അടുപ്പമാണ് എനിക്കുള്ളത്. നല്ല അവർ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പെരുമ്പാമ്പ് ഉൾപ്പെടെ, ചേര ഉൾപ്പെടെ, നീർക്കോലി ഉൾപ്പെടെ, രാജവെമ്പാല ഉൾപ്പെടെ എല്ലാ അതികളും പിടിച്ച് 236 രാജവെമ്പാല പിടിച്ചതിൽ എനിക്കായിട്ട് വനം വകുപ്പ് ചിലവാക്കിയെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ പൈസയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല ചിലവുകളാണ് ചിലവാക്കുന്നത്. അതിനൊന്നും നമുക്ക് പരാതിയില്ല. അത് നിങ്ങൾ ചിലവാക്കാതിരിക്കുക. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുന്നത്, പാമ്പ് കൊടുത്തക്കാരെ ഞങ്ങളെപ്പോലുള്ളവരെ വെറും നായ്ക്കളായിട്ട് കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ സങ്കടം നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കുകയാണ്. ചാക്കിങ് തരാം. കണ്ട ഒരു പമ്പുണ്ട് സാധനമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പൂര് പനക്കോട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിദേശത്തായിരുന്നു. അദ്ദേഹം അവിടുത്തെ കഷ്ടപ്പാടൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് അതിനേക്കാളും 100 ഇരട്ടി കഷ്ടപ്പെടുകയാണ്. ഞാൻ ചുപ്പാണ് ചോദിച്ചാൽ പറയുന്നത് എനിക്ക് മരമുറിപ്പുണ്ട്, പെയിൻ്റ് അടിയുണ്ട്, പ്ലംബിംഗ് ഉണ്ട്. എന്തായാലും അടിപൊളി, നന്നായിരിക്കട്ടെ. നമ്മുടെ യാത്രാവിശേഷം, നമ്മുടെ പെരുമ്പാമ്പ് പദ്ധതിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി വേണ്ടി അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.